ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. കുർബാന നമ്മളെ അക്കരയ്ക്ക് കൊണ്ടുപോകും. നമ്മളെ എപ്പോഴും നീ വേറെ സ്ഥാനം, യു ഹാവ് ടു ചേഞ്ച് യുവർ പ്ലേസ്. നിന്റെ ജീവിതം അടിമുടി മാറ്റുന്നതാണ് മക്കളെ വിശുദ്ധ കുർബാന. നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റും വിശുദ്ധ കുർബാന. നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും കുർബാന. മക്കളെ, ബൈബിള് മുഴുവൻ ഒറ്റ വാക്കി പറയാമോ എന്ന് നിങ്ങളെന്നോട് ചോദിച്ചാ ഞാൻ 2 അക്ഷരത്തിൽ പറയും, യേശു. ബൈബിള് മുഴുവൻ ഒറ്റ വാക്കില് 2 അക്ഷരത്തിൽ പറയുന്ന യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ബൈബിള് മുഴുവൻ പറയുന്ന യേശുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം വരെ പറഞ്ഞു വെക്കുന്ന ഒറ്റ കാര്യം, യേശു. ദൈവമകളെ, സ്വർഗം മുഴുവൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ പറയും, കുർബാനയിലോട്ട് നോക്കിക്കും. ആ ദിവ്യകാരുണ്യം, നമ്മളെ കുർബാനയിലെ ക്രിസ്തുവിനെ ആരാധിക്കണം, കുർബാനയിലെ ക്രിസ്തുവിനെ വിശ്വസിക്കണം, കുർബാനയിലെ ക്രിസ്തുവിനെ സ്വീകരിക്കണം. നിന്റെ ജീവിതം അടിപൊളി മാറിയിരിക്കും. എന്നെ ബോധ്യമാങ്ങളെ, ക്രിസ്ത്യാനിയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ 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 അല്ല, എൻ്റെ വിഷയമല്ല. എന്തായാലും ആരെന്നാ പറഞ്ഞാലും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നിങ്ങൾ ക്രിസ്തുവായി മാറുക എന്നുള്ളത് എൻ്റെ വിഷയമാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ വിഷയമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ മുങ്ങിത്താഴുക എന്നുള്ളത് എൻ്റെ വിഷയമാണ്. അത് മതി മകളെ, യേശു മതി. എനിക്ക് യേശു മതി, യേശു മതി, എനിക്ക് യേശു മതി. അല്ലലേഹുമീ ഉലകത്തിൽ എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. മകളത് പറഞ്ഞു നോക്കിക്കേ, എനിക്ക് യേശു മതി. ബാക്കിയൊക്കെ വെറുതെയാ മക്കളെ, ബാക്കിയൊക്കെ വെറുതെയാ. ദിവ്യകാരുണ്യത്തോളം ബലം, ദിവ്യകാരുണ്യത്തോളമുള്ളൊരു വിസ്മയം, ദിവ്യകാരുണ്യത്തെ പോലൊരു രഹസ്യം ദൈവമാക്കളെ. ആ ചെറിയ ഗോതമ്പം അത് അവിടെ കിട്ടുന്ന മണ്ണല്ല, നിങ്ങൾ വ്യഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ആനാം വെള്ളമല്ലത്. ഒരു കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തു. മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല. മോനെ, നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ആ വെള്ളയപ്പത്തിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തു. ഹല്ലേലൂയ. അവന് ആ അപ്പത്തിന് ക്രിസ്തുവിന്റെ സ്വഭാവമുണ്ട്. ആ കുർബാനയ്ക്ക്, ആ കുർബാന ക്രിസ്തു തന്നെയാ. ആ കുർബാനയ്ക്ക് ഒരു മനുഷ്യ ശരീരത്തിന്റെ സ്പന്ദനമുണ്ട്. ആ ശരീരത്ത്, ആ കുർബാനയ്ക്ക് ഒരു മനുഷ്യ ശരീരത്തിന്റെ വികാരങ്ങളുണ്ട്. ആ ശരീരത്തിന് ഒരു മനുഷ്യ ശരീരത്തിന്റെ ചിന്തകളുണ്ട്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു, മിക്കവാറും എല്ലാ അത്ഭുതങ്ങളും ശാസ്ത്രീയമായിട്ട് പരീക്ഷിച്ചപ്പോൾ പറഞ്ഞു. 31 വയസ്സുള്ളൊരു യുവാവ് അവൻ പിടഞ്ഞ് മരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഹൃദയഭിത്തിയായത്. ദിവ്യകാരുണ്യ മാംസം ധരിച്ച മാംസമായി തീർന്നപ്പോൾ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാരത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു യുവാവിൻ്റെ, ഏകദേശം 31 വയസ്സുള്ളൊരു യുവാവിൻ്റെ ഹൃദയഭിത്തികളാണ് ഈ കോശങ്ങൾ. ഹല്ലേലൂയ. ആരെ അറിയിച്ചിട്ടൊന്നുമല്ല ഇത്. ഈ പരീക്ഷിച്ച ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞില്ല ഇത് കുർബാനയാണെന്നൊന്നും പറഞ്ഞില്ല. ഈ മാംസം എന്താണെന്ന് പറയണം. അവര് പരിശോധിച്ചിട്ട് പറഞ്ഞതാ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അത്രയും സയൻസ് ഒന്നും വിശ്വസിക്കാൻ പോകണ്ട. ഈശോ പറഞ്ഞ വിശ്വസിച്ചാൽ മതി. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന് മറുകരയിലേക്ക്. ദൈവങ്ങള് മറുകരയ്ക്ക് പോകാനുള്ള തീരുമാനമായിരിക്കണം കുർബാന. മറുകരയ്ക്ക് പോകുവാനുള്ളൊരു തീരുമാനമായിരിക്കണം. ഒരുപക്ഷെ നിരാശപ്പെട്ടിരിക്കുന്ന നീ ഒരു പ്രത്യാശയുടെ തീരത്തേക്ക് പോകാൻ, സങ്കടപ്പെട്ടിരിക്കുന്ന നീ ഒരു സന്തോഷത്തിന്റെ തീരത്തേക്ക് പോകാൻ, തകർന്നിരിക്കുന്ന നീ പടുത്തുയർത്തുന്ന ഒരു തീരത്തേക്ക് പോകുവാൻ, ഇതാ വലിയ ദുരന്തത്തിലായിരിക്കും നീ ഒരു വലിയ അഭിഷേകത്തിലേക്ക് കടക്കുവാൻ. കുർബാന അക്കരയ്ക്ക് നിന്നെ കൊണ്ടുപോകുന്ന ദിവ്യ ഭോജനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കുർബാന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആയിരങ്ങളും പതിനായിരങ്ങളും കുർബാനകൾ സ്വീകരിക്കുന്നത്, ആയിരങ്ങളും പതിനായിരങ്ങളും സ്വീകരിച്ചിട്ട് തീർന്നു പോകാത്ത കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ ജനം പിന്നാലെ കൂടും. മക്കളെ, ഒരു പ്രവചനം നടത്താം. ലോകാവസാന നാളില് മക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ലോകാവസാന നാളില് ഇതാ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ മക്കൾ കൈകൾ കൂപ്പി നിൽക്കുന്നു. ഇതാ ആരൊക്കെ ദിവ്യകാരണത്തിന് മുമ്പിൽ കൈകൾ കൂപ്പുന്നുവോ അവരൊക്കെ ജീവിതത്തെ അത്ഭുതകരമായ അഭിഷേകങ്ങൾ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എത്ര ഒച്ചത്തിൽ പറഞ്ഞാലും ഒരു പരിധിയുണ്ടെന്ന് 10% 5% എനിക്ക് പറയാൻ പറ്റില്ല. ദിവ്യകാരണത്തെ പറ്റി വിശുദ്ധര് പറയുന്നുണ്ട്. തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, ആരാധിച്ച് 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 മനസ്സിലാക്കേണ്ടതാണ് ദിവ്യകാരുണ്യം. ഒരു പുസ്തകവും പറഞ്ഞു തരികയില്ല കുർബാന എന്താന്ന്. ഒരു പുസ്തകത്തിന് പറഞ്ഞു തരാൻ പറ്റില്ല കുർബാന എന്താന്ന്. നീ കുർബാനയുടെ മുമ്പിൽ നിന്ന് ആരാധിക്കുമ്പോ, അല്ലെ കുർബാന സ്വീകരിച്ചിട്ട് ആ ദിവ്യകാരുണ്യ നാഥനെ നീ ധ്യാനിക്കുമ്പോ ദിവ്യകാരുണ്യത്തിന്റെ രഹസ്യങ്ങൾ നിനക്ക് പിടികിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ അപ്പങ്ങള്, ജീവന്റെ അപ്പമാണ് ദിവ്യകാരുണ്യം. രോഗിക്കുള്ള മരുന്നാണ് ദിവ്യകാരുണ്യം. തളർന്നു പോയവന്റെ ബലമാണ് ദിവ്യകാരുണ്യം. ദുഃഖിക്കുന്നവന്റെ ആശ്വാസമാണ് ദിവ്യകാരുണ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ? എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ ഈ ദിവ്യകാരുണ്യം? ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കരുണയുടെ മണിക്കുവാണ് നമ്മൾ ചൊവ്വാഴ്ച ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ആരാധനയ്ക്ക് എനിക്ക് പരിചയമുണ്ട്. മറ്റൊരു സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ വന്നിരിപ്പുണ്ടായിരുന്നു. വേറൊരു സഭയിൽപ്പെട്ട വൈദികനാണ്. ദിവ്യകാരുണ്യ ആരാധനയില്ലാത്തൊരു സഭയിൽപ്പെട്ട വൈദികനാണ്. ഇന്നലെ അച്ഛൻ വന്നിരിപ്പുണ്ടായിരുന്നു അവിടെ. ഞാൻ കണ്ടു. അദ്ദേഹം കൈകൾ കൂപ്പി. ഞാൻ ശ്രദ്ധിച്ചു. ആ കൂപ്പിയ കൈ അദ്ദേഹം ഒരിക്കലും താത്തു വെച്ചില്ല. ആരാധനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേരവും ദിവ്യകാരുണ്യ നാഥന്റെ നോക്കി കൈകൾ കൂപ്പി അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, ലോഹയൊന്നും ഇട്ടിട്ടില്ല. സാധാരണ ഡ്രസ്സിൽ ഈ അച്ഛൻ വന്ന് നിൽക്കുക. ഒരു കത്തോലിക്ക പുരോഹിതനായ എൻ്റെ ചങ്ക് കത്തി മക്കളെ. ആ അച്ഛൻ, അതായത് ദിവ്യകാരുണ്യ കുർബാന സ്വീകരണ സമയത്ത് മാത്രമാണ്, കുർബാനയെ മാത്രമാണ് ഈശോ ദിവ്യകാരുണ്യമായി മാറുന്നത് വിശ്വസിക്കുന്ന സഭയിൽപ്പെട്ട വൈദികൻ. അതിനുശേഷം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയ്ക്ക് വെക്കുമ്പോൾ ഈ അച്ഛൻ കൈകൾ കൂപ്പി കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച, മാലാഖ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു കാഴ്ച. അത് വെളിപാടാണ്, അത് വെളിപാടാണ്, അത് ദൈവം വെളിപ്പെടുത്തിയതാ. പൗലോസ് പറഞ്ഞു, ഇതെന്നെ പഠിപ്പിച്ചതല്ല, ഇതൊരു വെളിപാടാണ്. കുർബാനയെ പറ്റി ആദ്യം എഴുതിയ പൗലോസ്ലീഹായ കൊറിന്തോസ് ലേഖനത്തില് കുർബാനയെ പറ്റി ആദ്യം എഴുതിയിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇതെനിക്ക് ലഭിച്ചത് വെളിപാട് വഴിയാ. ഇതെന്നെ ആരും കാണിച്ചതാ. ദൈവമക്കളെ, കുർബാനയുടെ ദർശനങ്ങൾ ഉണ്ടാകാറുണ്ടോ? കുർബാനയുടെ ദർശനങ്ങൾ മക്കൾക്കുണ്ടാകാറുണ്ടോ? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ആ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ഏത് കുർബാനയ്ക്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏത് കുർബാനയ്ക്കാണെന്ന് ഓർക്കുന്നത്. അവർ പറഞ്ഞു അവര് വയറ്റിൽ വലിയൊരു ട്യൂമറുമായിട്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയിരിക്കുക. ഡോക്ടർമാർ പറഞ്ഞു ഉടനെ സർജറി ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അവങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട സാക്ഷികൾ ഏറ്റവും വലിയ സാക്ഷി വന്ന അവളെ ആ മകള് പറയാ, അവള് തലേ രാത്രി പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ഈ ആലയം അവള് ദർശനത്തിൽ കാണുക, ഈ ആലയം അവള് ദർശനത്തിൽ കാണുക. เยซู ഈ ആലയം അവള് ദർശനത്തിൽ കാണുക. เยซู കഴിഞ്ഞ ആഴ്ചയിൽ ആ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ഏത് കുർബാനയ്ക്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏത് കുർബാനയ്ക്കാണെന്ന് ഓർക്കുന്നത്. അവർ പറഞ്ഞു ഉടനെ സർജറി ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുക. അവങ്ങളെ ആ മകള് പറയാ, അവള് തലേ രാത്രി പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ഈ ആലയം അവള് ദർശനത്തിൽ കാണുക,
എന്നിട്ട് പിറ്റേ ദിവസം വരിക നമ്മൾ ആലോചിച്ച് ഏത് പള്ളി ഏതച്ഛനൊക്കെ ആലോചിച്ച് പിറ്റേ ദിവസം ഇവിടെ വരുമ്പോൾ ഈ പള്ളിയിൽ നിങ്ങളിരിക്കുന്നത് പോലെ ഇങ്ങനെ മുമ്പിൽ നിറച്ച് മനുഷ്യർ നിൽക്കുക. അച്ഛനിങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പൊക്കൊണ്ടിരിക്കുക. സ്ത്രീയുടെ സാക്ഷിയുണ്ട്, നിങ്ങൾക്ക് പിന്നെ കേൾക്കാതെ. അവർ പറയുക, അന്ന് അച്ഛൻ എൻ്റെ തലയിലും കൈതൊട്ട് പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ എത്രയോ വർഷങ്ങളായി അങ്ങനത്തെ ഒരു ട്യൂമറോ അങ്ങനത്തെ ഒരു രോഗമോ അങ്ങനത്തെ ഒരു അസ്വസ്ഥതയോ അവരുടെ ശരീരത്തിലോ അവരുടെ ജീവിതത്തിലോ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നടത്തുന്ന ഒന്ന് വിശ്വസിക്കുന്ന കുർബാന സ്വീകരിച്ചു, ജീവിതം മാറും. നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി നീ വിശ്വസിക്കുന്ന കുർബാന സ്വീകരിച്ച് നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തിൽ ഒരിക്കലുമില്ലാത്തൊരു ആനന്ദം, ഒരിക്കലുമില്ലാത്ത അഭിഷേകം നിനക്ക് കിട്ടുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. കൊറിന്തോസ് ലേഖനത്തിൽ ഞാൻ പറഞ്ഞത് 1 കൊറിന്തോസ് 11-ാം അധ്യായത്തിന് 23-ാം വാക്യം കുർബാനയെ പറ്റിയുള്ള ആദ്യത്തെ രേഖയായത്. റിട്ടൺ ഡോക്യുമെന്റ്, ഫസ്റ്റ് റിട്ടൺ ഡോക്യുമെന്റ് അബൌട്ട് യൂക്കറിസ്റ്റ്. സുവിശേഷങ്ങൾ പിന്നീട് എഴുതുന്നതാണ്. കൊറിന്തോസ് ലേഖനമൊക്കെ എഴുതിയതിനു ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇതാ ഇവിടെ പൗലോസ് പറയുക, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ലോർഡ്, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒക്കെയല്ലേ പൗലോസ്ലീഹ ഇല്ലായിരുന്നു, സെഗിയോൻ ഊടിശാലയിൽ പൗലോസ്ലീഹ ഇല്ലായിരുന്നു. പക്ഷേ പൗലോസ്ലീഹായ്ക്ക് കർത്താവ് ഒരു ദർശനം കൊടുത്തു. നോക്കിയേ, ആദ്യം കുർബാനയെ പറ്റി എഴുതാൻ ഭാഗ്യം ലഭിച്ചവന്റെ പേരാ പൗലോസ്. തനിക്കൊരു ദർശനം, ദൈവങ്ങളെ, കുർബാനയെ പറ്റി ഒരു ദൈവാനുഭവം പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. നമുക്ക് കുർബാന ഒരു ദൈവാനുഭവമായി മാറുന്നില്ല. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറക്കുന്ന നിമിഷമായിട്ട്, മാലാഖമാർക്ക് പോലും കൊടുക്കാത്ത ഭക്ഷണം മനുഷ്യന് ദൈവം കൊടുക്കുന്നതായിട്ട് കുർബാനയെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് പറയാം, ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അല്ല, അമേരിക്കയിൽ 2002 തോന്നുന്നു, നല്ലൊരു വിശുദ്ധനായ അച്ഛനുണ്ട്, എൻ്റെ പാസ്റ്റർ, എൻ്റെ വികാരി അച്ഛൻ, വളരെ വിശുദ്ധനായ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 2-ാം തീയതി അച്ഛൻ മരിച്ചുപോയി. 88 വയസ്സ് മറ്റോ ഉണ്ടായിരുന്നു. 88 അല്ല, 83. വളരെ വിശുദ്ധനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പക്ഷെ ദ ഫസ്റ്റ് പറയും, ചെറുതായിട്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് വളരെ മിടുക്കനാണ്. ന്യൂയോർക്കിലെ ആർച്ച് ബത്രാനാകാൻ വേണ്ടി 35-ാം വയസ്സിൽ പലതവണ എഴുത്തു വന്നു. അപ്പോഴൊക്കെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ബത്രാനാകാതെ നിന്നൊരു അച്ഛൻ, കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലുമൊക്കെ നടന്നുപോയ അച്ഛനാണ്. അതെല്ലാം ഇട്ടേച്ച സാധാരണ പള്ളികളിലേക്ക് വന്നു, സാധാരണ മനുഷ്യരുടെ കൂടെയൊക്കെ നിന്ന അച്ഛൻ. ഒരു ഞായറാഴ്ച ഞങ്ങളിങ്ങനെ കുർബാനയും കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നിക്കളാവുസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവിടെ, അയാളൊരു പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു. അയാളുടെ കഥ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ കഥയാണ്. ഈ നിക്കളാവുസ്, അദ്ദേഹം ത്രോട്ട് ക്യാൻസർ വന്നു, തൊണ്ടയിൽ ക്യാൻസർ. അദ്ദേഹം മരിക്കാൻ കിടക്കുക. അവിടുത്തെ ആശുപത്രികളിൽ ചാപ്പിളിന് അച്ഛന്മാരുണ്ട്. ഒരച്ഛനിങ്ങനെ കുർബാനയും കൊണ്ട് പോകുമ്പോൾ നിക്കി എന്ന് ചോദിച്ചത്രേ, എനിക്ക് കുർബാന തരാവോ? അച്ഛൻ പറഞ്ഞു, ഇത് കത്തോലിക്കർക്കുള്ളതാണ്, ഇത് കുമ്പസാരിച്ചൊരുങ്ങിയിട്ടുള്ളവർക്കുള്ളതാണ്. ദേവമകളെ, ഈ മനുഷ്യൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ആ സിബോറിയം, ആ പാത്രമില്ലേ, കുർബാന കൊണ്ടുവന്ന പാത്രത്തിൻ്റെ പേര് സിബോറിയം, ആ സിബോറിയം എൻ്റെ കഴുത്തിലൊന്ന് മുട്ടിക്കാവോ? ദേവങ്ങളെ, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. ആ മനുഷ്യൻ പറയുക. അതിനുശേഷം അത് അച്ഛൻ മുട്ടിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു, അച്ഛൻ പോയി. അതിനുശേഷം ഈ മനുഷ്യനെ ഓപ്പറേഷന് വേണ്ടി കൊണ്ട്, ഇദ്ദേഹം തിരിച്ചു വരില്ല, ഇദ്ദേഹം സംസാരിക്കില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ന്യൂയോർക്കിലെ ടൗൺ പ്ലാൻ, അത്രയും ഹൈ പൊസിഷൻ നിൽക്കുന്ന ഒരു എഞ്ചിനീയർ. അദ്ദേഹം പറയും, അന്ന് കുർബാന തൊട്ട് പ്രാർത്ഥിച്ചു പോയി. ഞാൻ ചെന്ന് കിടന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ അനസ്തേഷ്യ തന്നു. എൻ്റെ ഓർമ്മ മങ്ങുമ്പോൾ ഞാൻ കാണുന്നു ക്രിസ്തു എൻ്റെ അടുക്കൽ നിൽക്കുക. ഈ മനുഷ്യൻ പറയും, എൻ്റെ തൊണ്ടയിൽ കർത്താവ് ഇങ്ങനെ തൊടുന്നതായിട്ട് ഇങ്ങനെ തൂത്ത് തരുക, കർത്താവ് ഇങ്ങനെ തൂത്ത് തരിക തൊണ്ട. ദേവങ്ങളെ,
ഈ മനുഷ്യൻ സർജറി എല്ലാം വിജയിച്ചു, അദ്ദേഹം മരിച്ചു പോകുന്നു, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരനായിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് അദ്ദേഹം സഭയിൽ ചേർന്നു. നിങ്ങൾക്കറിയണോ, ഞാൻ ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ നേഴ്സിംഗ് ഹോമിൽ കുർബാന കൊണ്ടുപോയി, കുർബാന യൂക്കറിസ്റ്റിക് മിനിസ്ട്രി ഉണ്ട്, കുർബാന കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡീക്കന്മാർ ചെയ്യുന്നതാണ്. ഡീക്കൻ്റെ കൂടെ പോയി ആശുപത്രിയിലെ സകലർക്കും ഈ മനുഷ്യൻ കുർബാന കൊടുക്കുമായിരുന്നു. ദൈവങ്ങളെ ചങ്കിലൊരു തീ കിടപ്പുണ്ട്, ഇവൻ്റെ ചങ്കിലൊരു തീ കിടപ്പുണ്ട്. ഞാൻ ഇന്നും ഓർക്കുക. അതിനുശേഷം 2002 ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നിട്ട് നിക്കി പറഞ്ഞു വെച്ചാൽ വീണ്ടും ക്യാൻസറാണ് എൻ്റെ തൊണ്ടയിൽ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വികാരിച്ച ഞാൻ പറഞ്ഞ പുണ്യാളൻ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി സക്കാരിയുടെ അടുക്കൽ ഈ നിക്കിയെ കൊണ്ട് നിർത്തിയിരിക്കുക. ആ നിക്കിയെ കൊണ്ട് സക്കാരിയോട് ചേർത്ത് നിർത്തിയിരിക്കുക അച്ഛൻ എന്നോട് സെബാസ്റ്റ്യൻ, സീംസ് ദാറ്റ് ഹി ഗോട്ട് അഗെയിൻ ദാറ്റ് ക്യാൻസർ. അച്ഛൻ പറഞ്ഞു നീ ഇപ്പം കുർബാനയില്ലിട്ടാ, ഞാൻ രണ്ടാമത്തെ കുർബാനയില്ലേത്, ബാ നമുക്ക് ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈയൊക്കെ കുർബാന എടുക്കുന്ന കൈയല്ലേ അച്ഛാ, നമുക്ക് ഇവൻ്റെ കഴുത്തേൽ ഒന്നുകൂടെ കൈവച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു വിടാം. പിറ്റേന്ന് തിങ്കളാഴ്ചയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ പോവുക, ബാക്കി കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ നടത്താനുള്ള ദിവസമാണ്. വിശ്വസിച്ച മക്കളെ, ഞാൻ കണ്ട ഒരു ദിവ്യകാരനെ അത്ഭുതമായിട്ട് ഞാൻ എല്ലായിടത്തും എന്ന് കുർബാനയെപ്പറ്റി ഞാൻ ആരാധനയോ പ്രസംഗവും നടത്തിയാലും ഞാൻ ഈ സംഭവം വിടില്ല. കാരണം അന്ന് പഠിക്കുന്ന കാലത്ത്, ഡോക്ടറേറ്റിന് വേണ്ടി പഠിക്കുന്ന കാലത്ത് എൻ്റെ കൺമുമ്പിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടു. പിറ്റേന്ന് നിക്കി ഹോസ്പിറ്റലിൽ പോയി, അവിടെ പിറ്റേ ദിവസം തന്നെ അയാൾ പ്രശ്നമല്ല, തൊണ്ടയ്ക്കുന്ന വേദനയൊക്കെ പോലൊക്കെ തോന്നിയ ആ വേദനയൊക്കെ മാറി. പക്ഷെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിക്കിയുടെ കഴുത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, യാതൊരു അസ്വസ്ഥതയില്ല. അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ കുർബാനയുടെ വിസ്മയം നീ നിങ്ങൾ ജീവിതത്തിൽ അനുഭവം, കുർബാനകൾ സ്വീകരിക്കാൻ നാക്കിൽ പൊള്ളുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുക 11-ാം അധ്യായം 1 കൊരിന്തോസ് 11 എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതാ. നമുക്ക് വചനത്തിലേക്ക് വരാം. അനേകർ അവനെ അനുഗമിച്ചു. നമ്മെ കുർബാനയെ അനുഗമിക്കുക മക്കളെ, കുർബാനയെ അനുഗമിക്കുക. ദിവ്യകാരുടെ പ്രദർശനങ്ങൾ ചിലപ്പോൾ സഭ പ്രത്യേക സമയങ്ങളിൽ ദിവ്യകാരുടെ പ്രദർശനങ്ങൾ. നമുക്ക് ഈ വർഷം മെയ് മാസമുണ്ട്, നമുക്കൊരു കുർബാനയുടെ പ്രദർശനമുണ്ട്. നമ്മുടെ മൈനർ സെമിനാരിയിൽ നിന്ന് കത്തീഡ്രലിലേക്ക് ഒരു ദിവ്യ തെരുവിലൂടെ ഈശോനാഥനെ എഴുന്നള്ളിക്കുന്ന വളരെ ചുരുക്കമായിട്ടാണ് ദിവ്യകാരുടെ പ്രദർശനം. എനിക്കത് മെയ് മാസത്തെ നമ്മുടെ തിരുനാൾ കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ച. നമ്മുടെ തിരുനാൾ ഇരിക്കുന്നത് മെയ് 4-ാം തീയതിയാണ്. 4-ാം തീയതി കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ച 12-ാം തീയതി ആ ദിവസം മെയ് 10-നോ 12-നോ എങ്ങാണ്ടായിട്ട് ആ ഞായറാഴ്ച ഒരു ദിവ്യകാരുടെ പ്രദർശനമുണ്ട്. ദൈവമക്കളെ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. കോവിഡ് വരുന്ന ആ നാളുകളിൽ എൻ്റെ അടുക്കൽ ഞാൻ പറയുന്ന ആർക്കും വിഷമവും തോന്നുന്നില്ല, ഞാൻ പച്ചക്ക് ഇങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങുക. ഒരു CSIക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു CSI സമാവിശ്വാസി എന്നോട് പറഞ്ഞാൽ ആ കുർബാന എടുത്തുകൊണ്ട് ഞങ്ങളുടെ ദേശത്തൂടെ അച്ഛനൊന്ന് വരുമോ? ഒരു കത്തോലിക്കനും എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു CSI സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞാൽ ആ ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അച്ഛൻ വണ്ടിയിൽ നിന്നാൽ മതി, ഞാൻ വണ്ടി ഓടിച്ചോളാം, ഞങ്ങളുടെ നാട്ടിലൂടെ അച്ഛനൊന്ന് വരാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നീ വിശ്വസിക്കുന്തോറും അഭിഷേകം വർദ്ധിക്കും. നീ വിശ്വസിക്കുന്നോ, നീ ഓരോ ദിവസം കുർബാനയ്ക്ക് വരുന്ന ആദ്യ നിമിഷം മുതൽ നീ വാവിട്ട് നിലവിളിക്കണം. നീ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഈശോ കുരിശുമെടുത്തുകൊണ്ട് കാൽവരി മലയിലേക്ക് നടക്കുന്ന യാത്രയുടെ സമയമാണെന്ന് നീ കുർബാനയ്ക്ക് വരുന്ന സമയമെന്ന് നീ ധ്യാനിച്ചിട്ടുണ്ടോ? സൗകര്യം പോലെ വന്ന് പള്ളിമുറ്റത്ത് നിന്ന് കുറച്ച് കുറ്റവും പറഞ്ഞ് കുറച്ച് പരദൂഷണവും പറഞ്ഞ് നീ ഓടും. സക്രിയ വചനം പറഞ്ഞില്ലേ, നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ ആദ്യ ജാതനെ എന്ന പോലെ നോക്കി ഞങ്ങൾ നിലവിളിക്കുന്ന സമയം വരുന്നു. നമുക്ക് എന്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുർബാന വരുന്നത്? എല്ലാ ആഘോഷം കഴിഞ്ഞിട്ട് ഒരു കുർബാന ഇല്ല കുഞ്ഞെ. നിന്റെ കർത്താവ് ഈ കുർബാനയ്ക്ക് മുമ്പ് കാൽവരിയിലേക്ക് ഭാരമുള്ള കുരിശുമായിട്ട് ചാട്ടവാടിയേറ്റ് തളർന്നു വീട് നിന്റെ കർത്താവ് നടത്തിയ കുരിശിന്റെ വഴി നീ എന്താ മാതു പോകുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടല്ല, ഐ ആം സ്പീക്കിംഗ് ടു മൈസെൽഫ്.
ഒരു കുർബാനയ്ക്ക് വേണ്ടി ഓടി ആൾത്താരയിലോട്ട് കയറുന്ന എൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളോട് കാര്യം വിഷമിപ്പിക്കാനല്ല, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല. എനിക്ക് ആ ഒരുക്കമില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരുക്കം കിട്ടണേ. ആ കുർബാനയ്ക്ക് കയറുമ്പോൾ അവനെ ചാട്ടവാകടിയുടെ ഒച്ച കേട്ടുകൊണ്ട് വേണം. അവൻ ആ കുരിശുമായിട്ട് ഭാരമുള്ള ഏതാണ്ട് 150 കിലോ ഭാരമുള്ള ആ പരത്തടിയുമായിട്ട് മണ്ണിലേക്ക് വീഴുമ്പോൾ ഒരു 33 വയസ്സുകാരൻ്റെ നിലവിളി കേട്ടുകൊണ്ട് വേണം ഓരോ തവണ കുർബാനയിലേക്ക് കയറാൻ. സോ പവർഫുൾ മക്കളെ, സോ പവർഫുൾ. നമ്മുടെ സ്വന്തം ഒരാൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇപ്പം ICU കിടപ്പുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ 2 യുവാക്കന്മാർ വന്നു. ശ്രീകുമാർ എന്ന് മറ്റോ പറഞ്ഞത്. ശ്രീകുമാർ UK വെന്റിലേറ്ററിലാണ്. ശ്രീകുമാറിന് വേണ്ടി കുർബാനയുടെ മുമ്പിൽ, അങ്ങനെ ഒരു പേരാണ് പറഞ്ഞത്, കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്ന 2 യുവാക്കന്മാർ. ഞാൻ നോക്കുമ്പോൾ ഇത് പറയുന്നവൻ വാവിട്ട് നിലവിളിക്കുക, വേറൊരുത്തർ ഇങ്ങനെ ബലം ധരിച്ച് നിൽപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ മുട്ടേൻ്റെ നിൽക്കുമ്പോൾ കണ്ണും തുടച്ചുകൊണ്ടാ. ഓരോ കുർബാനയും കണ്ണും തുടച്ചുകൊണ്ട് കാണേണ്ടതാണ് മക്കളെ. ഓരോ കുർബാനയും മുട്ടിന്മേൽ നിന്ന് കാണേണ്ടതാണ് ദൈവം മക്കളെ. ഓരോ കുർബാനയ്ക്ക് മുമ്പ് ഈശോയുടെ ചാട്ടവാകടി കേൾക്കണം. 3-ാം മണി അടിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ മേലുള്ള ചാട്ടവാകടിയാണെന്ന് നിനക്ക് കേൾക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. ഹി വാസ് ഹീലിംഗ് ദം ബോഡിലി. അവൻ ശരീരത്തിൽ മനുഷ്യർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ടിരുന്നു. ശരീരത്തിൻ്റെ രോഗം വലിയ വിഷയമല്ല മക്കളെ, മനസ്സിൻ്റെ രോഗമാണ്. കടുത്ത നിരാശയ്ക്ക്, കടുത്ത വിഷാദ രോഗത്തിലേക്ക് അടിപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഏകാന്തത, ഇൻട്രോവേർട്ട് എന്നൊക്കെ നമ്മൾ പറയും. ഏകാന്തരിക്ക് പിൻവാങ്ങി 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 പിശാചിന്റെ കൂടെ പോവുക. ഈ വിഷാദത്തിൽ കേറി 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 പിശാചിന്റെ കൂടെ പോവുക. ഈ ദുഃഖത്തിൽ മുങ്ങി 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 പിശാചിന്റെ കൂടെ പോവുക. നമ്മളത് തിരിച്ചറിയണം പൊന്നു മക്കളെ. നിന്റെ മനസ്സിൽ സ്നേഹം കുറയുമ്പോൾ ഓർക്കണം തമ്പുരാൻ അകന്നു പോയെന്ന്. നിന്റെ മനസ്സിൽ ദുഃഖം വർദ്ധിക്കുമ്പോൾ ഓർക്കണം തമ്പുരാൻ എൻ്റെ ഹൃദയത്തിൽ ചവിട്ടി പുറത്താക്കിയിരിക്കുക. അത് നിന്റെ മനസ്സിൽ സമാധാനമില്ലാത്തപ്പോൾ നീ ഓർത്തോണം നിന്റെ ഹൃദയത്തിൽ നിന്ന് തമ്പുരാൻ വെളിയിൽ പോയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. With Christ I am everything. Without Christ I am nothing. With Christ I am everything. അവനോടുകൂടി ഞാൻ എല്ലാമല്ലവാ. അവനില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികളുണ്ട് മക്കളെ, പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, നഷ്ടങ്ങളുണ്ട്, മരണമുണ്ട്. ഇന്ന് ഒരു അമ്മ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പൻ ആക്സിഡൻ്റായിട്ട് മരിച്ചു. അപ്പം മരിച്ചെന്ന് കേട്ടപ്പോൾ ഈ ചെക്കനെ അടുത്തു. അവൻ ഓടിപ്പിടിച്ച് വന്നു, അടക്കാൻ വന്നു. കുരുത്തക്കേട് അല്ലെങ്കിൽ ഞാൻ പറയും ദൈവാനുഗ്രഹം. അവൻ്റെ വീസ കാലാവധി തീർന്നു പോയായിരുന്നു ആ സമയത്ത്. അവിടെ നിന്ന് റിന്യൂ ചെയ്തെടുക്കാണ്ട് ഇവന് ഈ കാര്യം എങ്ങനെയോ വിട്ടുപോയി പയ്യൻ. അമ്മ ഇന്ന് കരഞ്ഞുകൊണ്ട് പറയാ, അപ്പം മരിച്ചെന്ന് കേട്ടപ്പോൾ അവനൊന്നും ഓർക്കാതെ അവൻ ഓടിപ്പോന്ന ആച്ചോ. ഇപ്പം തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അവൻ്റെ എല്ലാം അവിടെയാണ്, ഭാര്യയും പിള്ളേരെല്ലാം അവിടെ. ഇനിയിപ്പം വിസയുടെ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസാണ്. ഏത് രാജ്യമാണെന്ന് ഞാൻ ഓർക്കണില്ല. ഞാൻ പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചു. അപ്പനെ സ്നേഹിച്ച് ഓടി വന്നവന് അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല. അപ്പനെ സ്നേഹിച്ചവൻ ഓടി വന്നതല്ലേ, അവനൊന്നും ഒരു അനുഗ്രഹവും നഷ്ടപ്പെടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്ന നിപ്പിലല്ല മക്കളെ ഓരോരുത്തർ വീഴുന്നത്. നിന്ന നിപ്പിൽ ഞാൻ ഞായറാഴ്ചകളിലാണ് ഞാൻ അച്ഛനെ ആളുകളെ കാണുന്നത്. നിങ്ങളെന്നെ കാണാൻ ഞായറാഴ്ച വരാവുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ പലപ്പോഴും ഞാൻ ഔട്ടായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഒരു കാരണവശാലും എന്നെ നിങ്ങൾ കാണാൻ വരില്ല. വൈകുന്നേരം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സമയമാണ്. ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ കാണാൻ വരില്ല. ഞായറാഴ്ച ഈ ആഴ്ചക്ക് ഒരുപാട് നേരം, എനിക്ക് 1-2 മണി വരെ നിന്നെന്ന് തോന്നുന്നു, ചങ്ക് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത്. ഹൃദയം തകർന്ന ദൈവമക്കളെ, ഇവിടെ ഒറ്റ കുഞ്ഞിനില്ല അത്രയും നൊമ്പരം ഞാൻ പറയും. അതുപോലെ തകർന്നു പോയ ജീവിതങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും നിലവിളികളുമായിട്ട് മനുഷ്യർ വന്നിരിക്കുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കാലൊക്കെ മരിച്ച് കഴിഞ്ഞ ആഴ്ച 2 കാലം നല്ല നീര് വെച്ചിരിക്കുക. നോക്കുമ്പോൾ നടക്കാൻ പോലും പറ്റുന്നില്ല. മുട്ടുവരെ നീര് കയറി കഴിഞ്ഞ ആഴ്ച. പ്രായമായി വരുന്നോണ്ടാന്ന് തോന്നുന്നു. ഇനി എത്ര കാലം നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ നീങ്ങാൻ പറ്റണില്ല അവിടുന്ന്, നീങ്ങാൻ പറ്റണില്ല അവിടുന്ന്. നൊമ്പരവും വേദനകളും ഒക്കെയാണ്. ദൈവമക്കളെ, ശരീരത്തിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തിയവരെ കണ്ടു. അവർ അനേകർ ശരീരത്തിലെ രോഗപീഠകൾ സുഖപ്പെടുന്നത് കണ്ടു. ഇതാ ആത്മാവിൻ്റെ രോഗത്തെ, നിന്റെ ദുഃഖത്തെ, നിന്റെ നിരാശയെ, നിന്റെ അസ്വസ്ഥതയെ, നിന്റെ ആകുലതയെ സുഖപ്പെടുത്തുന്ന മരുന്നിന്റെ പേരാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തി നിരാശയിലേക്ക് പോവില്ല. ദിവ്യകാലം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഡിപ്രഷൻ അടിക്കാൻ പറ്റത്തില്ല. ദിവ്യകാലം സ്വീകരിക്കുന്ന വ്യക്തിക്ക് തകർന്നു പോകാൻ പറ്റില്ല. അവന് സമാധാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവന് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവന് ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവന് കരുണ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആത്മാവിന്റെ മരുന്നാ മക്കളെ കുർബാന. നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും. അച്ഛന്റെ പൗരോഹിത്യം ഗുണപ്പെടും. സിസ്റ്ററിന്റെ സന്യാസം ഗുണപ്പെടും. എന്ന് കുർബാനയോടുള്ള എന്റെ ഭക്തി വർദ്ധിക്കുന്നുവോ, ദിവ്യകാരുണ്യത്തെ ഈശോയുടെ ചോര പകരുന്ന മാംസമായി ഞാൻ കാണുമ്പോ എന്റെ ജീവിതം മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു മലയിലേക്ക് കയറി. കുർബാന നിന്നെ ഉയർത്തൂടാ കുട്ടാ. യൂക്കറിസ്റ്റ് വിൽ റൈസ് യു. ബച്ച പറയും, ദൈവങ്ങൾ കേട്ടു. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം മക്കളെ. ദ പവർ ഓഫ് ദി യൂക്കറിസ്റ്റ്. യൂക്കറിസ്റ്റ് വിൽ റൈസ് യു അപ്പ്. തോറ്റുപോയവര്, വീണുപോയവര്, തകർന്നു പോയവര്, നിരാശപ്പെട്ടവര്, രോഗികള്, എല്ലാ വാതിലുകളും അടഞ്ഞവര്. എൻ്റെ അനുഭവം പറയണേ. രാവിലെ വിമലഗിരി പറഞ്ഞു, നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലെ അത്ഭുതങ്ങൾ അച്ഛൻ്റെ പൗരോഹിത്യത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് truly he is living. സത്യമായും എൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണെന്ന് കണ്ണുകൊണ്ട് കാണാൻ കർത്താവ് തരുന്ന ഭാഗ്യത്തിന്റെ പേരാണ് ഓരോ ചൊവ്വാഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോടൊപ്പം നമ്മളെയും സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന അനുഭവത്തിന്റെ പേര് ദിവ്യകാരുണ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവ്യകാരുണ്യ ആരാധനയ്ക്കൊക്കെ വന്നിരുന്നാലേ നന്നായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇരിക്കുമെന്ന്. ഇരിക്കും തോറും അഭിഷേകം വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തോമസ് അക്വിനാസിന്റെ സംഭവം പലവട്ടം പറഞ്ഞതാ, വീണ്ടും മനസ്സിലേക്ക് വരിക. ദിവ്യകാരുണ്യത്തെ പറ്റി മനോഹരമായി സുമ്മാ തിയോളജിക്ക, സമ്മറി ഓഫ് തിയോളജി, അത്രയും വലിയ പുസ്തകം സഭയുടെ ചരിത്രത്തിലില്ല. തിയോളജിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന മറ്റൊരു പുസ്തകം ലോകത്തിലില്ല. സെൻറ്റ് തോമസ് അക്വിനാസ് എഴുതിയതാ. ഇതൊക്കെ എഴുതി വെച്ചിട്ട് തോമസ് അക്വിനാസ് കർത്താവിൻ്റെ മുമ്പിൽ പള്ളിയിൽ പോയിരിക്കുക. പറഞ്ഞു, തോമസ് ചോദിച്ചു കർത്താവേ, ഞാൻ കുർബാനെ പറ്റി എഴുതിയായിരുന്നു, നീ എന്നാ പറയുന്നു? പറഞ്ഞു തോമസ്, യു ഹാവ് വെൽ ഡൺ മാൻ. തോമസ് പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്കൊരു തൃപ്തിയില്ല. ഞാനിത് വലിച്ചു കീറി കളയാൻ പോവുക. കുർബാനയെ പറ്റി ഇത്ര എഴുതിയാൽ പോരാ, ഇങ്ങനെ എഴുതിയാൽ പോരാ, എനിക്കൊരു തൃപ്തിയില്ല. അത് തോമസ്, യു ഹാവ് ഡൺ വെൽ മാൻ. നീ നന്നായിട്ട് ചെയ്തടാ കൂട്ടാ. ചോദിച്ചു, തോമസേ, വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഷുഡ് ഐ ഗിവ് യു? തോമസേ, നിനക്ക് ഞാൻ എന്നാ തരണോടാ? തോമസ് പറഞ്ഞു, നീസിത്തെ ദോമിനെ, വേറൊന്നും വേണ്ട, നിന്നെ മാത്രം കർത്താവേ. ഹല്ലേലൂയ. എന്താ ബാക്കി കൂടെ പറയട്ടെ. പിന്നെ പേന എടുത്ത് തോമസ് അക്വിനാസ് ഒരു വാക്ക് എഴുതിയിട്ടില്ല. നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി കർത്താവേ. പിന്നെ ദേവാലയം വിട്ട് തോമസ് അക്വിനാസ് വെളിയിൽ പോയിട്ടില്ല. പിന്നീട് ഒരിക്കലും ആൾത്താരയുടെ അടുക്കൽ വിട്ടിട്ട് തോമസിന് വെളിയിലിരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ചരിത്രം കൂടി രേഖപ്പെടുത്തുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് എഴുതിയ 1-2 കാര്യങ്ങൾ, 2-3 പാട്ടുകൾ എഴുതി. മോക്ഷകവാ, നമ്മൾ പാട്ടില്ലേ, ആരാധനയ്ക്ക് പാടുന്നൊരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തോമസ് അക്വിനാസ് എഴുതിയതാ. മോക്ഷ ഒന്ന് മടിക്കേ,
മോക്ഷ കവാടം തുറക്കും. സ്വന്തം തുറക്കുക. രക്ഷാകരമോസ്തി ശത്രുവിന്നണികൾ എല്ലാ ശത്രുക്കൾ തകർക്കപ്പെടുക. ശക്തിയും തുണയും ഒരു പുതിയ ശക്തി, ഒരു പുതിയ ബലം. അപ്പാ സ്തോത്രമുണ്ടായിടേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ. ഓ കർത്താവേ, ഞാൻ സ്വപ്നം കാണുക. ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ഈ തോമസ് അക്വിനാസ് പാടിയതായി പാട്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കുർബാനപ്പാട്ടായത്. ഒരു മനുഷ്യൻ കർത്താവിന് ചങ്കത്തളിച്ച് പാടിയ പാട്ടായത്. സഭയത് ഏറ്റെടുത്തു. ലോകമെമ്പാടും ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. നോക്കിക്കേ, ഒരു വലിയ ജനത ശിഷ്യന്മാരോട് കൂടി അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാളായിരുന്നു. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ഈശോ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു പെസഹ തിരുനാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു പെസഹായുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ദൈവ പൈതലിന്റെ വിശ്വാസിയുടെ ജീവിതത്തിന് ഒരു കുർബാനയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. ഈ വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ കൺവെൻഷനാ ശക്തികുളങ്ങര, കൊല്ലം ശക്തികുളങ്ങര. നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. അവിടെ പറയാനുള്ളതൊക്കെ കൂടി ഞാനിപ്പോൾ പറഞ്ഞു പോയ കുഴപ്പമില്ല. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൻ്റെ കൺവെൻഷൻ, അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ കൺവെൻഷനാണ്. മക്കൾ, ഇതാ സംഭവം. നോക്കിക്കേ, തിരുവചനം പഠിപ്പിക്കുക. പെസഹായുടെ ബാക്ക്ഗ്രൗണ്ട്. ഒരു ക്രിസ്ത്യാനി നിൽക്കേണ്ടത് ഒരു കുരിശിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. A Christian should stand behind the cross or before the cross. അവൻ്റെ ജീവിതത്തിൻ്റെ കർട്ടൻ്റെ പേരാണ് കുരിശ്. അവൻ്റെ ജീവിതത്തിൻ്റെ കർട്ടൻ്റെ പേരാണ് വിശുദ്ധ കുരിശ്. Hallelujah. Hallelujah. The backdrop of a Christian. The backdrop of a Christian is cross. ഈശോയുടെ ജീവിതത്തിന്റെ മുഴുവൻ കർട്ടന്റെ പേരാണ് പെസഹ തിരുനാൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വിടുതലിന്റെ തിരുനാളാണ്. അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ മക്കള് ഈജിപ്തിന്റെ അടിമത്തിൽ രക്ഷപ്പെട്ട ദിവസമാ. അത് കുഞ്ഞാടിന്റെ ബലിയുടെ സമയമാ. അത് പുതിയ ഉടമ്പടിയുടെ സമയമാ. ഹല്ലേലൂയ. 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 അത് ചെങ്കടൽ കടന്ന ഉത്സവമാ. ഹല്ലേലൂയ. അത് വാഗ്ദത്ത ദേശത്ത് എത്തിയ തിരുനാളാ. ഹല്ലേലൂയ. ഒരു പെസഹ തിരുനാളിന്റെ കരുത്തുണ്ട് മക്കളെ കുർബാനയ്ക്ക്. ഈശോയുടെ ജീവിതം മുഴുവൻ ഈ പെസഹ തിരുനാളിന്റെ ബാക്ക്ഗ്രൗണ്ടിലാ ഈശോയുടെ ജീവിതം മുഴുവൻ നിൽക്കുന്നത്. കുർബാന നിൽക്കുന്നത് ഒരു പെസഹായുടെ ബാക്ക്ഗ്രൗണ്ടിലാ. ദൈവമക്കളെ തെറ്റ് ഇരുകരങ്ങളും തമ്പുരാന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ഇതാ കുരിശിലേക്ക് നീട്ടുക. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. കുരിശിനെ പൊതിഞ്ഞു നിൽക്കുന്ന, നിന്നെ പൊതിഞ്ഞു നിൽക്കുന്ന കുരിശ്. ഇരുകരങ്ങൾ ഉയർത്തിയത് അത്ഭുത വിടുതലുകളുണ്ട്. തടസ്സങ്ങൾ നീക്കി പോകട്ടെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ